ഹായ്, കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രി റോഡ് ഷോ അങ്ങനെ എറണാകുളം ജില്ല വിട്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ടോട്ടി GVHSS സ്കൂളിലെ കൂട്ടുകാർക്കൊപ്പമാണ്. തൽക്കാലം നമുക്ക് നോ പറയാം ലഹരിയോട്, പകരം നമുക്ക് ക്ഷണിക്കാം ഗെയിമുകളുടെ ലഹരി, സൗഹൃദങ്ങളുടെ ലഹരി, കുടുംബ ബന്ധങ്ങളുടെ ലഹരി, അങ്ങനെ കളിക്കളത്തിലെ ലഹരിയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പോർച്ചുഗൽ! രാജ്യത്തുടനീളം അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും ലഹരി എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ യുവ തലമുറയെ സജ്ജമാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമായി ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഇപ്പോൾ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നാനാവിധ മേഖലകളിൽ നിന്ന് വിവിധങ്ങളായ പിന്തുണ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി ചീഫ് ഗസ്റ്റിനെ ക്ഷണിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ എത്തി. പ്രിയപ്പെട്ട കാർത്തിക് ബാലകുമാർ IPS അവരെ ക്ഷണിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ തൂഫാൻ്റെ ഭാഗമായിട്ട് കുറേ ഡ്രഗ്സ് പിടിക്കുന്നുണ്ട്. ബട്ട് ഈ ഡിമാൻഡ് നമ്മ ചോദിക്കാതെ ഡ്രഗ്സ് നമ്മൾ സൊസൈറ്റിയിൽ വരുന്നില്ല. സോ നമ്മ സ്കൂൾസിലെയും കോളേജിലെയും ഈ ഡ്രഗ്സിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് നമ്മ ആദ്യമേ ടാർഗറ്റ് ചെയ്ത് പാരൻസ്, ടീച്ചേഴ്സ്, പിന്നെ സ്കൂളിലുള്ള എല്ലാ സ്റ്റുഡൻസും ഒരു ചെറിയ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രഗ്സ് മറ്റുമല്ല, ആ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ലൈഫ് സേവ് ചെയ്യപ്പെടും. ഇനി നമ്മുടെ കേരളത്തിന്റെ പ്രിയ ആഭ്യന്തരമന്ത്രി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒരു വീഡിയോ. ജീവിതമാണ് ലഹരി, കലയാണ് ലഹരി, സ്പോർട്സ് ആണ് ലഹരി, അല്ലാണ്ട് ജീവിതം പുകച്ചു കളയാനുള്ളതല്ല. കേരള മിഷൻ നടത്തുന്ന ഈ വൻപിച്ച മുന്നേറ്റത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാന്റെ പ്രചാരകരായി മാറുന്ന എല്ലാവരും രാജ്യത്തെയും പുതിയ തലമുറയെയും സ്നേഹിക്കുന്നു തിരിച്ചറിയുന്നു. കേരള മിഷൻ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ നൽകിയിട്ടുള്ള മഹത്തായ സംഭാവനകളിൽ ഒന്നായി ഈ ഗോൾസ് ഓൺ കൺട്രി മാറട്ടെ. ശരിക്കും നമ്മുടെ നാടിനെ വിപത്തിലേക്ക് നയിക്കുന്ന ഈ ഒരു വിഷയം നമ്മളെല്ലാവരും കൂടി ചേർന്ന്, പ്രത്യേകിച്ച് നമുക്ക് തന്നെ അറിയാം, നമ്മളെ യുവ തലമുറകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് ഒരുപാട് ഇതുപോലുള്ള ഡ്രഗ്സുകളും കാര്യങ്ങളൊക്കെ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന്, പ്രത്യേകിച്ച് ഈ ഒരു യുവ വിദ്യാർത്ഥികളാവട്ടെ, യുവ തലമുറ എല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രിയുടെ ഈ വേദിയിലേക്ക് കൊണ്ടോട്ടിയുടെ മുനിസിപ്പൽ ചെയർമാൻ UK മുഹമ്മദ് ഷാ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ പണ്ട് സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഒരു റഫറി കൂടെയാണ്. തൂഫാൻ കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന ലഹരി മാഫിയക്കെതിരെ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ജനങ്ങളെ ഏതാണോ ഏറ്റവും കൂടുതൽ ആകർഷണീയമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തത്, അതിലൂടെ ഇന്ന് നമുക്കറിയാം ലഹരിയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇന്ന് ഈ സന്ദേശത്തിലുള്ളത്. നമ്മളിവിടെ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത് കേരള വിഷൻ TVയുടെ ഫുട്ബോൾ പ്രചാരണം, അതേ സമയത്ത് തന്നെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിങ്, ഈ രണ്ട് പ്രോഗ്രാമുകളും ഒന്നിച്ച് കാസർഗോഡ് മുതൽ ആരംഭിച്ച് തിരുവനന്തപുരം എത്തിച്ചേരുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കുട്ടികൾക്കും നമുക്കും പങ്കാളികളാവാനുള്ളൊരു അവസരം അവർ ഒരുക്കിയിരിക്കുകയാണ്. ഇതിലെനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. ലഹരിക്കെതിരെ നമ്മളുടെ ഈ പരിപാടി നമ്മളെ GVHSന് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. ഇവർ നൽകിയ ഈ സന്ദേശം നമ്മളുടെ മക്കൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഈ കേരള വിഷന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മളെ 3 കാര്യം കൊണ്ട് ലഹരി എന്ന് പറഞ്ഞാൽ 3 കാര്യം കൊണ്ട് നമുക്ക്, ഒന്ന് നമ്മളുടെ ആരോഗ്യമാണ്, രണ്ടാമത്തത് നമ്മളുടെ സമ്പത്താണ്, മൂന്നാമത്തത് നമ്മളുടെ സമൂഹം നമ്മളെ വെറുക്കുന്ന ഒരു സംഗതിയാണ് ഈ ലഹരി എന്ന് പറയുന്നത്. കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രിയുടെ ഷൂട്ട് ഔട്ട് മത്സരം ആരംഭിക്കാൻ പോവുകയാണ്.
എന്തൊരു ആവേശം മക്കളെ, ഇതാണ് ലഹരി എന്ന് പറയുന്നത് അല്ലേ, ആവേശ ലഹരി. അപ്പോ ഇപ്രാവശ്യം വേൾഡ് കപ്പ് ആര് ഉയർത്തും വേൾഡ് കപ്പ്? ഏതിനാ? അർജന്റീന ആണോ? അർജന്റീന ഫാൻസ് ഒന്ന് ബോളം വെച്ചേ കേക്കട്ടെ. ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ നന്ദിലത്ത് ചീമാട്ടിന്റെ ഒരു ഫുട്ബോൾ ഉണ്ട്. അത് ഗോൾ പോസ്റ്റിൽ എത്തിക്കുന്നവർക്ക് നിസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അർജന്റീന പോർച്ചുഗൽ ഗോളിയുടെ മുന്നിൽ പരാജയപ്പെട്ട് മടങ്ങി. വീണ്ടും അടുത്ത ഏത് താരമാണ് വരുന്നത് നോക്കട്ടെ. കൺഗ്രാറ്റുലേഷൻ. ഇതുപോലുള്ള ഫുട്ബോൾ ലഹരിയും മറ്റ് ഗെയിം സ്പിരിറ്റ് ലഹരിയും നിങ്ങളിലേക്ക് പടരട്ടെ. പോർച്ചുഗലിന്റെ മികച്ച ഒരു സേവ്. അല്ലേ, USA കഴിയാത്തതിന് പോർച്ചുഗൽ മലപ്പുറത്ത് വെച്ച് പകരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും നോക്കണ്ട. വീണ്ടും 2 സേവാണ്. പ്രത്യേകിച്ച് അർജന്റീന എന്ന് കാണുമ്പോഴേക്കും പോർച്ചുഗലിന്റെ ഗോളിക്ക് അല്പം വീറും വാശി കൂടുന്നുണ്ട്. അപ്പൊ നന്ദിലത്ത് ജീമാട്ടിന്റെ ആ ബോൾ പോസ്റ്റിലെത്താതെ തടഞ്ഞ ഗോളിക്കാണ് അടുത്ത സമ്മാനം നൽകുന്നത് നിസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആണ്. സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ ആയിട്ടുള്ള അതിലിന് നിങ്ങൾക്കായിട്ട് ഇനി ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിത്തരികയാണ്. ആ പ്രതിജ്ഞ എല്ലാവരും ഏറ്റുചൊല്ലുക, ഒപ്പം ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഒരിക്കലും മറക്കാതെ. എല്ലാവരും വലത് കൈ മുന്നോട്ട് നീട്ടി ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരള വിഷന്റെ ഗോൾ സോൺ കൺട്രി ഇനി കൊണ്ടോട്ടിയിൽ നിന്നും മലപ്പുറത്തിന്റെ അടുത്ത ഭാഗത്തേക്ക്. നിസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഷോറൂമിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളാണ് ഇന്ന് മലപ്പുറത്ത് ഈ മഴയത്തും ആവേശം ചോരാതെ എത്തുന്ന കൂട്ടുകാർക്ക് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ് നിസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഈ വേൾഡ് കപ്പോടനുബന്ധിച്ചുള്ള ഓഫറുകളൊക്കെ? ഓഫറുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്ര ഗോൾഡ് കൊണ്ടോട്ടിയിൽ ഞങ്ങൾ വന്നിട്ട് 7 മാസത്തോളമായി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീൻ്റെ ഏറ്റവും നല്ല കളക്ഷൻസ് ഞങ്ങളോട് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജ് കസ്റ്റമേഴ്സായി നമ്മൾ ഒരുക്കുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റ് തന്നെ ഒരുപാട് വർഷങ്ങളായി പരിചയമുള്ള മാർക്കറ്റാണ് ഈ ഒരു മാനേജ്മെൻറ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കൊണ്ടോട്ടിക്ക് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മാനേജ്മെൻറ്റിന് അറിയാൻ പറ്റും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഏറ്റവും നല്ല കളക്ഷൻസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞു, ഇനി വേൾഡ് കപ്പിനെ കുറിച്ച് ചോദിക്കട്ടെ. ആര് ഇപ്രാവശ്യം വേൾഡ് കപ്പ് ഉയർത്തും? ആരുടെ ഫാനായിരുന്നു? ബ്രസീല്. അപ്പൊ ഇനി ആർക്ക് പ്രതീക്ഷ? അർജന്റീന തന്നെ. അപ്പൊ ഇവിടെയും എന്താണ് വേൾഡ് കപ്പിന്റെ ഓളം നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇവിടുത്തെ കൂട്ടുകാർക്കിടയിലേക്ക് പോവുകയാണ്. നമ്മുടെ കൂട്ടുകാർക്ക് സമ്മാനം തരുന്നവർക്ക് നമ്മളും കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ ഷൂട്ട് ഔട്ടിലേക്ക് പോകാൻ പോവുകയാണ്. ഇവിടെ ഒരു വലിയ താരം നിപ്പുണ്ട്. പേരെന്താണ്? ബറാക്ക്. ഓ പോളി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗോൾ വരെ സംരക്ഷിക്കാൻ പോകുന്നത് താങ്കളാണ്. അതെ, ഗോൾ വരയുടെ ബാക്കിലായിട്ടാണ് എം ഡിയുടെ ക്യാബിൻ കൂടെ സംരക്ഷിക്കാനാണ് ഞാൻ അങ്ങോട്ട് വിടുന്നത്. അതൊന്നും ഞാൻ ചെയ്തില്ല. അത് ചിലപ്പോ 2 കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അല്ലേ? നോക്കി വെച്ചിരിക്കുകയായിരുന്ന. ഓക്കെ, അപ്പൊ ഈ രാത്രി മുഴുവൻ ഫുട്ബോൾ ഉറക്കമില്ലാതിരുന്ന് കണ്ടിട്ട് രാവിലെ ഇവിടെ വന്നിട്ട് സ്വർണത്തിന്റെ അളവ് മാറി അങ്ങനെയൊന്നുമില്ല. ഫുള്ള് സെറ്റാണ്. ശരി, നിങ്ങൾ ഗോൾ വല കാക്കാൻ പൊക്കോളൂ.
അർജന്റീന ഗോളിയുടെ നെഞ്ച് തകർക്കാനായിട്ട് മാത്രമാണ് ഞാൻ ക്ഷണിച്ചത്. തൊട്ടപ്പുറത്ത് MD-യുടെ ക്യാബിനുണ്ട്, അത് തകർത്ത് കളയരുത്. തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരിക്കലും രാജിവെക്കാൻ പറ്റത്തില്ല, സ്ഥിരപ്പെടുത്തുന്ന പറഞ്ഞത്. നമ്മുടെ കൊണ്ടോട്ടി നിസ്ര ഗോൾഡൻ ഡയമണ്ടിന്റെ പ്രത്യേകത അറിയുള്ളൂ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ കളക്ഷനാണ്. അതുപോലെ ലൈറ്റ് ആയിട്ട് അടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇതായിരുന്നു മറ്റേ എന്താണ് അർജന്റീനയെ തകർക്കാൻ വന്ന ബ്രസീൽ ആരാധകൻ. മല പോലെ അവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം ബാക്കിലെ ക്യാബിന് അല്ലെങ്കിൽ അത് തുടങ്ങി കാണിച്ചു തരാം. സുന്ദരമായ ഗോൾ, സുന്ദരനും അതാണ് ഒന്നോടാ. ആ സുന്ദരമായ ചെറുപ്പക്കാരന്റെ സുന്ദരമായ ഗോളിന് സുന്ദരമായ ഒരു സമ്മാനം. ഫാസിൽ, സുന്ദരനായ ചെറുപ്പക്കാരൻ വളരെ സുന്ദരമായ ഒരു ഗോളോടുകൂടി ഒരു സുന്ദരമായ സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. കേരള വിഷന്റെ ഒരു സമ്മാനം. ഇനി ഇതാ ഇവിടെ കോട്ടക്കയിട്ട് റഫറിയെ പോലെയൊക്കെ നിൽപ്പുണ്ട്. നിങ്ങൾ ഫിഫയുടെ ഒഫീഷ്യൽസ് ആണോ കോട്ടക്ക ഇട്ടേക്കുന്നത്? അല്ലേ, ഞാൻ വിചാരിച്ച പെട്ട, അതുകൊണ്ടാണ് ഞാൻ ഇതിന് ബഹുമാനത്തോടെ കേൾക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഗോൾ അടിച്ചിട്ട് പോകാം. ഏത് രാജ്യമായിരുന്നു? അർജന്റീന. എന്ന് അർജന്റീന ആയിട്ട് ഒന്ന് വിട്ടുകൊടുക്കാമായിരുന്നു. സെൽഫ് ഗോൾ പറ്റത്തില്ലല്ലേ? ഫുട്ബോളില് ആദ്യമായിട്ടായിരിക്കും സാരി എടുത്തത് നമ്മുടെ മലയാള തനിമയോടുകൂടി ഒരു പ്ലെയർ ഇറങ്ങുന്നത്. അതൊരു വലിയ കാഴ്ചയാണ്. അത് കാണാനും നമ്മുടെ കേരള വിഷന്റെ ഗോൾസ് ഓൺ കൺട്രിയുടെ വാഹനം വേണ്ടി വന്നു. കൊണ്ടോട്ടിയിൽ നിന്ന് ആദ്യത്തെ പ്ലെയർ ഇറങ്ങുന്നു. പേരെന്താണ്? ഭൂമിക. ഓക്കെ, വാ. അപ്പൊ നമുക്ക് നമ്മുടെ ഗോളിക്ക് സമ്മാനം കൊടുക്കാനായിട്ട് അബ്ദുൽ നാസർ സാറിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ MD അല്ലെ, 2 സേവ് നടത്തി. ഗോളി വരൂ. ഇത് എന്നാ ജാടയാ മാൻ. അങ്ങനെ ബറാക്കിന്റെ ആ ഒരു നടത്തം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ബറാക്ക്, നിങ്ങൾക്കുള്ള സമ്മാനം ഞാൻ MDക്ക് കൈമാറുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട നിസ്ര ഗോൾഡൻ ഡയമണ്ടിന്റെ കൂട്ടുകാർക്കൊപ്പമായിരുന്നു നമ്മളിപ്പോൾ ചേർന്നത്. ഇനി ഇവിടെ നിന്ന് മടങ്ങുകയാണ് അടുത്ത മലപ്പുറത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക്. ഹായ്, നമസ്കാരം. അങ്ങനെ നമ്മുടെ കേരള വിഷന്റെ ഗോൾസ് ഓൺ കൺട്രി റോഡ് ഷോ എറണാകുളത്ത് നിന്ന് നേരെ മലപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. മലപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്കും നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ മലപ്പുറത്തുകാരുടെ ഫുട്ബോൾ ലഹരിക്ക് മുന്നിൽ എന്ത് മഴ. ഇനി മലപ്പുറത്ത് ഫുട്ബോൾ ലഹരി കാഴ്ചകളിലേക്ക്. ഹായ്, ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് പൊന്നാനിയിലെ AV ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാർക്കൊപ്പമാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കൂട്ടുകാരുടെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഒരു ബോർഡ് എന്നെ വലിയ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടോ. ഇതേ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ സ്കൂളിൽ? പലയിടത്തും അവർ ഈ ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട്. എന്താടോ വാര്യരെ താൻ നന്നാവാത്തെ, നിർത്തിക്കൂടെ ഈ ലഹരി ഉപയോഗം? ജീവിതം ഒന്നേ ഉള്ളൂ, അത് മറക്കണ്ട മോനെ ദിനേശ. ലഹരിക്കെതിരെ ജാഗ്രത പാലിക്കുക. നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. അങ്ങനെ സ്കൂളുകളെല്ലാം നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇനി ശരിക്കുള്ള കൂട്ടുകാരുടെ ലഹരിയിലേക്ക് ഞാൻ പോവുകയാണ്. ഗെയിം സ്പിരിറ്റ് എന്ന ലഹരിയിലേക്ക്. ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ആരവം നെഞ്ചേറ്റി കേരള വിഷന്റെ ഗോൾസ് ഓൺ കൺട്രി എന്ന പ്രോഗ്രാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ AVI സ്കൂളിന്റെ അങ്കണത്തിൽ. ഒരു ലഹരിക്കും അടിമപ്പെടാതെ ഗോളാണ് നമ്മുടെ ലഹരി എന്നുള്ള സന്ദേശം പരത്തുന്നതിനായിട്ട് കേരള വിഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഗോൾസ് ഓൺ കൺട്രി എന്നുള്ളൊരു പ്രോഗ്രാം കേരള വിഷൻ വലിയൊരു സംരംഭമാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിനെ സംഘടിപ്പിച്ച കേരള വിഷനും എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. നമ്മുടെ ഫുട്ബോളിൻ്റെ വലിയൊരു മണ്ണാണ് മലപ്പുറം മണ്ണ്, പ്രത്യേകിച്ച് പൊന്നാനി. അവിടെ ഇങ്ങനെ ലഹരിക്കെതിരെ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തുന്നതിലൂടെ വലിയ വ്യത്യാസമുണ്ടാവും. യുവതലമുറയെ ഈ ലഹരിയുടെ വിപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വലിയൊരു ക്യാമ്പയിൻ തന്നെയാണിത്. എല്ലാം കൊണ്ടും നല്ലൊരു ലഹരി ഉപയോഗിക്കാത്തൊരു പൊന്നാനി ആയി മാറുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഇനി നമ്മൾ ഫുട്ബോളിന്റെ ആവേശ ലഹരി കാഴ്ചകളിലേക്ക്. അപ്പൊ നമ്മള് മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ട് മത്സരം അല്ലേ, അതാണല്ലോ ചില സമയത്ത് സമനില വരുമ്പോൾ വിധി നിർണ്ണയിക്കുന്നത്. അപ്പൊ നമ്മുടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അതിലേക്ക് ആദ്യം എത്തിയ ഗോളിയെ നമ്മുടെ ഗോൾ പോസ്റ്റിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഒന്ന് പരിചയപ്പെടുന്നത്. പേര് അമൽദേവ് അല്ലേ? അമൽദേവ് ഏത് രാജ്യത്തിന്റെ ഫാനാണ്? പോർച്ചുഗൽ ഫാൻ. CR7 കൂട്ടുകാരെല്ലാം ഇവിടെ ഉണ്ട്.
അപ്പൊ അമൽ ദേവ് വീട്ടില് ഏത് കേബിളാ ഉള്ളത്? കേരള വിഷൻ ആണോ? കേരള വിഷന്റെ കീ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ? ആ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ വീട്ടില് നമ്മള് കേരള വിഷന്റെ ചാനലുള്ളവര് ഇപ്പൊ ഫുട്ബോൾ കാണാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കണം അല്ലേ? ഇപ്പൊ അല്ലെങ്കിൽ പുറത്തേതെങ്കിലും ആപ്പ് ഉപയോഗിക്കണമെങ്കിൽ നല്ല കാശ് കൊടുത്താലേ മൊബൈലിൽ കാണാൻ പറ്റും. പക്ഷെ കേരള വിഷന്റെ കേബിൾ ഉള്ളവർ മൊബൈലിൽ കീ ആപ്പ് എന്ന് പറഞ്ഞൊരു OTT പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീടിന്റെ പുറത്തായാലും മൊബൈൽ ഫോണിൽ വീണ്ടും രണ്ടാമത്തെ ഓപ്ഷൻ പോലെ ഫുട്ബോൾ കളി കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ പോർച്ചുഗലിന്റെ ഗോൾ വിസ്മയമാവുകയാണ്. ബ്രസീലിന്റെ ആ ഒരു പോരാട്ടത്തെ പോർച്ചുഗൽ തകർത്ത് കളഞ്ഞു. ആ നിരാശ ഈ മുഖത്ത് കാണാനുണ്ട് ശരിക്കും. സെൽഫ് ഗോൾ അടിക്കാൻ എന്തായാലും പോർച്ചുഗൽ തയ്യാറല്ല. ഇനി നമ്മുടെ ചെയർപേഴ്സൺ ആണ് അടുത്ത ഗോൾ കിക്ക് എടുക്കാൻ പോകുന്നത്. എന്തായിരുന്നാലും അതും ഗോളാക്കി മാറ്റാൻ കഴിയില്ല. കാരണം അവിടെ നിൽക്കുന്നത് ഗോളി അല്പ പ്രശ്നക്കാരനാണ്. പോർച്ചുഗലിന് വേണ്ടി ഇത് ആരാധകർ സമർപ്പിക്കാൻ പോവുകയാണ് അടുത്ത പോർച്ചുഗലിന് വേണ്ടിയുള്ള ഗോൾ അടിക്കുന്നവർക്ക് നന്ദിലത് ജിമാർട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുട്ബോളാണ് സമ്മാനം. അതും ഗോളി വിസ്മയമാകി മാറുന്ന ഒരു കാഴ്ച. അതും കൂട്ടുകാർക്കിടയിലേക്ക് പോയി. അത് ആ ബാസ്കറ്റിൽ വീണെങ്കിൽ ഒരു ബാസ്കറ്റ് ബോൾ പോയിന്റെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. എന്തായാലും ഇന്നത്തെ താരമെന്ന് പറയുന്നത് നമ്മുടെ പോർച്ചുഗലിന്റെ ഗോളി. പോർച്ചുഗൽ ഇന്ന് ഗോൾ വല കാത്ത് ആരെയും ഗോൾ അടിക്കാൻ സമ്മതിക്കാതിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന് നന്ദിലത് ജിമാർട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫുട്ബോളാണ് സമ്മാനം. ഇനി പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പിൽ നിന്ന് ചില ചോദ്യങ്ങൾ. നിങ്ങൾ പഠിക്കുന്ന കൂട്ടുകാരാണ്, ഒരുപാട് ഐക്യമുള്ള കൂട്ടുകാരാണ്. അവർക്ക് വേണ്ടി ആദ്യത്തെ ചോദ്യം, ഇന്ന് വരെ ലോകത്ത് നടന്ന വേൾഡ് കപ്പുകളിൽ ഗോൾ അടിച്ച ഏറ്റവും കുറഞ്ഞ പ്രായക്കാരൻ ആരാണ്? മോനി വന്നേ. ആരാണ്? യമാൽ. എത്ര വയസ്സില്? 17 വയസ്സില്. 17 വയസ്സിലായിരുന്നു. പക്ഷെ യമാൽ അല്ല ആദ്യത്തെ ഗോൾ അടിച്ച ആ കൂട്ടുകാരൻ. അത് പറയാനായി ഇതാ ഒരു കൂട്ടുകാരൻ മുന്നോട്ട് വരുന്നു. മലപ്പുറത്തേക്ക് ഒരു കൊച്ചുമിടുക്കനാണ് അടുത്തതിന്റെ ഉത്തരം. 17ാമത്തെ വയസ്സിൽ. അപ്പൊ ഈ കൂട്ടുകാരന് ഞാൻ സമ്മാനം കൈമാറുകയാണ്. സമ്മാനം കൈമാറാനായി ഹെഡ് മിസ്സസിനെ ക്ഷണിക്കുകയാണ്. ഒരു ഫുട്ബോളാണ് സമ്മാനം. പെലെയുടെ വകയായിട്ട് ഒരു സമ്മാനം. നന്ദിലത് ജിമാർട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മാനം. ലോകകപ്പിൽ ഏറ്റവും മികച്ച കളിക്കാരന് കിട്ടുന്ന പുരസ്കാരത്തിന്റെ പേര് ഇതാണ്. മലപ്പുറത്തിന്റെ നോളജ് ആരെങ്കിലും കൈപൊക്കാതെ ഉണ്ടോ എന്ന് നോക്കി നോക്കൂ. സകല കുഞ്ഞുങ്ങളും കൈപൊക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളെ തപ്പിക്കൊണ്ട് വരാൻ പോവുകയാണ്. ഒടുവിൽ ഉത്തരം കിട്ടി. ഒരു കൂട്ടുകാരൻ ഉത്തരം പറഞ്ഞോട്. ഗോൾഡൻ ബോൾ. അപ്പോ ഈ കൂട്ടുകാർക്കിടയിൽ നിന്ന് ഇതാണ് മലപ്പുറത്തിന്റെ ആവേശം, പൊന്നാനിയുടെ വേൾഡ് കപ്പ് ആവേശം. ഈ ആവേശത്തിൽ നിന്ന് അടുത്ത ആവേശത്തിന്റെ കാഴ്ചകളിലേക്ക് ഞാൻ പോവുകയാണ്. എല്ലാ കൂട്ടുകാരുടെ സിരകളിലും ഇങ്ങനെയുള്ള സ്പോർട്സിന്റെ സൗന്ദര്യ ലഹരി ആയിരിക്കട്ടെ. മറ്റെല്ലാ ലഹരിക്കും നമുക്ക് ടാറ്റ പറയാം. ഒരുമിച്ച് ടാറ്റ പറയാം. ബാക്കി എല്ലാ ലഹരികൾക്കും നമുക്ക് വിളിച്ചു ചേർക്കാം ഈ വേൾഡ് കപ്പിന് ഫുട്ബോൾ ലഹരിയെ. ഇതാ സമ്മാനം. നമ്മളിപ്പോ മലപ്പുറത്തെ പൂക്കരത്തറ ടർഫിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ടർഫിലെ ആവേശ ലഹരി കാഴ്ചകൾ. നമ്മുടെ മുഖ്യാതിഥികൾ ടീമിനെ പരിചയപ്പെടുകയാണ്. ടീം രണ്ടുപേരും ഇവിടെ ലൈനപ്പ് ആയിട്ടുണ്ട്. സ്കൈവേ ആൻഡ് ഈഗിൾസ്. അപ്പോൾ ഇന്നത്തെ ഈ മാച്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് KP സിന്ധു അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം എടപ്പാൾ പഞ്ചായത്ത് മെമ്പർ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരള വിഷന്റെ പ്രതിനിധികളും ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഞാൻ മാഡത്തിന് ഉദ്ഘാടനത്തിനായി മൈക്ക് കൈമാറുന്നു. ലഹരിക്കെതിരെയുള്ള ഒരു ഫുട്ബോൾ
മേളയാണ് നടക്കുന്നത്. ഈ ഫുട്ബോൾ മേളയിൽ വന്ന് പങ്കെടുക്കാനെത്തിയ രണ്ട് ടീമിനും വളരെയധികം നന്ദിയും നമസ്കാരവും പറയാണ്. അപ്പം നമ്മുടെ മത്സരം നിയന്ത്രിക്കുന്ന റഫറിമാരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. പേര്? അഫ്സൽ. ഓക്കെ. അപ്പോൾ കേരള വിഷൻ ഗോൾ സോൺ കൺട്രിയിലെ ലഹരിക്കെതിരെയുള്ള ഗോൾ കിക്കുമായി പഞ്ചായത്ത് പ്രസിഡന്റ്. ഇനി അടുത്ത 2 ടീമുകൾ മത്സരിക്കാൻ പോവുകയാണ്. ഇതിൽ വിജയിക്കുന്ന ടീമുകളും നേരത്തെ വിജയിച്ച ടീമുമായിട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നത് കുമ്പിടി മോസ്കോ കുമ്പിടിയും നടുവട്ടം വിന്നേഴ്സ് നടുവട്ടവും. നമ്മുടെ മുഖ്യാതിഥികൾ അവരെ ഒന്ന് പരിചയപ്പെടുന്നു. കേരള വിഷന്റെ പ്രതിനിധികളാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച വിജയികൾക്കുള്ള മെഡൽ ദാനവും ട്രോഫി കൈമാറ്റമാണ് ഇനി. അതിലേക്കായി മുഖ്യ അതിഥിയെ ഞാൻ ക്ഷണിക്കുകയാണ്. രഘുനാഥ്, KCL ഡയറക്ടർ, സീനിയർ ഡയറക്ടർ രഘുനാഥ് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഈഗിൾസിനെ ക്ഷണിക്കുകയാണ്. മോസ്കോ കുമ്പിടിയെ ക്ഷണിക്കുകയാണ്. മെഡൽ കൈമാറാനായി ജില്ലാ സെക്രട്ടറി പ്രവീൺ കുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. സ്കൈവേ ക്ഷണിക്കുകയാണ്. സ്പെഷ്യൽ റെക്കഗ്നൈസേഷൻ നമ്മുടെ ഈഗിൾ ടീമിന് കൈമാറാനായി മേഖലാ പ്രസിഡന്റ് വിനോദ് സാറിനെ ക്ഷണിക്കുകയാണ്. മികച്ച കളിയായിരുന്നു കേട്ടോ എല്ലാവരും. മേഖലാ സെക്രട്ടറി ബിജു കുമാറിനെ ക്ഷണിക്കുകയാണ്. ടീം മോസ്കോ കുമ്പിടിക്ക്. ഇനി നമുക്ക് റണ്ണറപ്പിനുള്ള ട്രോഫി കൈമാറ്റമാണ്. അതിലേക്കായിട്ട് ബഹുമാനപ്പെട്ട പ്രവീൺ കുമാർ ജില്ലാ സെക്രട്ടറിയെയും മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദിനെയും ക്ഷണിക്കുകയാണ്. ടീം പൂക്കരത്തറ KCL ഡയറക്ടർ രഘുനാഥ് സാറിനെ ക്ഷണിക്കുകയാണ് വിന്നേഴ്സിനുള്ള ട്രോഫി കൈമാറാനായി. ടീം സ്കൈവേ ശരിക്കും ഇനി വേൾഡ് കപ്പിൽ ആര് ഉയർത്തും ഇതുപോലൊരു അർജന്റീന. അത് ശരി, ഇത് ചോദിച്ചപ്പോഴേക്കും സ്വന്തം ടീമിൽ തന്നെ അടിയായി. എന്തായിരുന്നാലും ഇതൊക്കെയായിരുന്നു മലപ്പുറത്ത് കണ്ട ഫുട്ബോൾ ആവേശം, ഫുട്ബോൾ ലഹരി. മറ്റ് ലഹരികൾക്ക് ടാറ്റ പറഞ്ഞുകൊണ്ട് കാൽപന്ത് കളിയെ ഹൃദയത്തിലേറ്റിയ മലപ്പുറത്ത് നിന്നും അടുത്ത ജില്ലയിലേക്ക് പോവുകയാണ് കേരള വിഷന്റെ ഗോൾ സോൺ കൺട്രി.